ഇവിടെ ശ്രീ അനൂപ്, പൂർത്തിയായിട്ടുള്ള ദേശീയപാത സ്ട്രെച്ചുകളുണ്ട്. ഇപ്പോൾ വണ്ടി പോയിക്കൊണ്ടിരിക്കുന്ന സ്ട്രെച്ച് ഇപ്പോൾ നമുക്കറിയാം, തിരുവനന്തപുരത്ത് കഴക്കൂട്ടം സ്ട്രെച്ച് പൂർത്തിയായിട്ടുള്ള ഉദ്ഘാടനം കഴിഞ്ഞിട്ടുള്ള സ്ട്രെച്ചാണ്. അതുപോലെ തന്നെ വടക്കേ മലബാറിലുണ്ട്. തലശ്ശേരി ബൈപ്പാസ് നമുക്കറിയാം. ദേശീയപാത ആകെ കുഴപ്പം എന്നൊരു നറേറ്റീവിലേക്ക് എത്തണോ? ശരിയാണ്, ഇതൊരു തെരഞ്ഞെടുപ്പ് വിഷയമാകുമ്പോൾ നിങ്ങൾക്കെതിരുമായിരിക്കും ക്രെഡിറ്റ് രണ്ടു കൂട്ടരും, BJP-യും LDF-ഉം അവകാശപ്പെടും. അതൊക്കെ സ്വാഭാവികമാണ്. പക്ഷേ നമുക്കിപ്പോൾ അപകടം അല്ലെങ്കിൽ ചില നിർമ്മാണ തകരാറ് എന്നുള്ളത് കൊണ്ട് ദേശീയപാത ആകെ കുഴപ്പമാണ്, ഇതെല്ലാം കൂടി ഇടിഞ്ഞു പൊളിഞ്ഞ് തലയിലേക്ക് വീഴും എന്നുള്ള മറ്റുള്ളൊരു നറേറ്റീവിന്റെ പുറകെ പോകേണ്ട കാര്യമുണ്ടോ? അല്ല, അങ്ങനെ ക്രെഡിറ്റ് എടുക്കുന്നതിലൊന്നും ഞങ്ങൾക്ക് പ്രശ്നമില്ലാന്നേ. അതിലേക്ക് ഞാൻ വരാം. അതിനു മുമ്പ് ഇവിടെ ബഹുമാന്യനായ MLA പറഞ്ഞൊരു കാര്യം, അദ്ദേഹം പറയുന്നത് ഞാൻ റിയാസിൻ്റെ ഉയർന്നു വരുന്ന ജനപ്രീതിയിൽ അസ്വസ്ഥനാണ് എന്ന മട്ടിലാണ്. എൻ്റെ പൊന്നു വിജിനെ, അങ്ങനെ റിയാസിൽ അസ്വസ്ഥരാവേണ്ട ഒരു കാര്യവും ഞങ്ങൾക്കില്ല. ഞങ്ങളെ സംബന്ധിച്ച് മുഹമ്മദ് റിയാസ് എന്ന് പറയുന്നത് 20 മന്ത്രിമാരിൽ ഒരാൾ മാത്രമാണ്. റിയാസിൻ്റെ പ്രവർത്തനങ്ങളിൽ ആരെങ്കിലും അസ്വസ്ഥരാകുന്നുവെങ്കിൽ അത് ആരാണ്, ഏത് പാർട്ടിക്കാരാണ് എന്ന് കഴിഞ്ഞ 2 ദിവസമായി പുറത്തു വരുന്ന വാർത്തകൾ കേൾക്കുമ്പോൾ അറിയാം. അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. പക്ഷേ ഒരു മന്ത്രി എന്നുള്ള രീതിയിൽ റിയാസിൻ്റെ പ്രവർത്തനങ്ങൾ എന്നല്ല ആരുടെ പ്രവർത്തനങ്ങളും വിലയിരുത്തേണ്ടി വരും. അദ്ദേഹം എന്താണ് ഈ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായും ടൂറിസം വകുപ്പ് മന്ത്രിയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്? നേരത്തെ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത് എന്താ? ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടുകൊണ്ടിരുന്നത് എന്താ? അദ്ദേഹം പറയുന്നത് ഈ ദേശീയപാത പ്രവർത്തന പുരോഗതിയുടെ ഓരോ ഘട്ടവും PWD വിലയിരുത്തുന്നു എന്ന് പറഞ്ഞത് അദ്ദേഹമാണെന്നേ. അതുപോലെ ടൂറിസം മന്ത്രിയായി റെസ്റ്റ് ഹൗസുകളിൽ പോയി ഈ മാധ്യമങ്ങളെ വിളിച്ച്, റിപ്പോർട്ടർമാരെ വിളിച്ച് അവിടുത്തെ ബീർ കുപ്പികൾ പറക്കുന്ന അത്തരം PR വർക്കുകൾ മാത്രമാണ് റിയാസ് ചെയ്തിട്ടുള്ളത്. സൃഷ്ടിപരമായ ഒരു പ്രവർത്തനവും റിയാസ്. ഞാൻ അതിൽ ഇടപെട്ട ഒരു ചോദ്യം ചോദിച്ചോട്ടെ. സ്ഥലം ഏറ്റെടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എന്ത് റോളാണ് സംസ്ഥാനത്തിന്റെ ഏത് ഏജൻസിക്കും ഉള്ളത്? ഇവിടെ പറഞ്ഞതുപോലെ, നേരത്തെ പറഞ്ഞതുപോലെ ഡിസൈൻ മുതൽ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് വരെ മുഴുവനും NHAI ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതിലിപ്പോ റിയാസിനോ PWDക്കോ എന്ത് റോളുണ്ട്? അല്ല, റിയാസ് ഇല്ലാത്ത റോൾ ഇവിടെ അഭിനയിച്ചതല്ലേ പ്രശ്നം. റിയാസ് എന്താ പറഞ്ഞത്? ഈ PWD ഓരോ കാര്യത്തിലും ഇടപെടുകയാണെന്ന് പറഞ്ഞ് റിയാസിന്റെ ബ്രെയിൻ ബേബി പോലെ ഇതിനങ്ങോട്ട് ചിത്രീകരിച്ചില്ലേ? അപ്പോൾ ഇത്തരം ഉത്തരവാദിത്വം വരുന്ന ഘട്ടത്തിൽ അത് ഏറ്റെടുക്കാൻ അദ്ദേഹം ബാധ്യസ്ഥനാവണ്ടേ? ഇവിടെ അദ്ദേഹം പറയുന്നത് എന്താ? ഒരു പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി എന്നുള്ള രീതിയിൽ G. സുധാകരൻ ഭരിച്ചിരുന്നല്ലേ? ഇത് രാഷ്ട്രീയമായ പ്രശ്നമല്ലോ. G. സുധാകരനെ കോൺഗ്രസ് നേതാക്കളടക്കം ശ്ലാഘിച്ചിട്ടില്ലേ? പക്ഷെ ഇവിടെ ഈ പറയുന്ന PR വർക്കുകളല്ലാതെ സൃഷ്ടിപരമായ ഒരു പ്രവർത്തനവും റിയാസ് നടത്തിയിട്ടില്ല. അദ്ദേഹം മന്ത്രി ആയതുകൊണ്ട് ഞങ്ങളൊക്കെ ആവർത്തിച്ച് പറയേണ്ടി വരും. അത് മുഹമ്മദ് റിയാസിനോടുള്ള വ്യക്തിപരമായ വിരോധത്തിന് പ്രശ്നമല്ല. ഇവിടെ വിജിൻ അദ്ദേഹത്തിന് ന്യായീകരിക്കേണ്ട ബാധ്യത ഉണ്ടാവും. അതുകൊണ്ട് അദ്ദേഹത്തിന് എന്തെങ്കിലും കിട്ടുന്നെങ്കിൽ കിട്ടിക്കോട്ടെ, അതിനൊന്നും ഞങ്ങളെതിരല്ല. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ച് ഒരു വ്യക്തി എന്നുള്ള രീതിയിലല്ല, മന്ത്രി എന്ന രീതിയിൽ മുഹമ്മദ് റിയാസിനെ ഞങ്ങൾക്ക് എതിർക്കേണ്ടി വരുന്നേ. പിന്നെ ഇവിടെ വിജിൻ പറയുന്ന കാര്യത്തിൽ എന്താണ് പ്രശ്നം? ഇവിടെ ചർച്ചയ്ക്ക് ഇരിക്കുന്ന ആരെക്കാളും അധിക ബാധ്യതയുള്ള വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹം MLA ആണ്. അദ്ദേഹം എന്നിട്ട് അതിനെ വളരെ ലഘൂകരിക്കാൻ ശ്രമിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞത് എന്താ? അദ്ദേഹം പറഞ്ഞത് ഇതിനകത്ത് ഒരു വീട് പണിയുന്ന പ്രശ്നം എന്ന് പറയുമ്പോൾ, ഈ നീർവാഴ്ചയുള്ള സ്ഥലത്ത് ഒരു വീട് പണിയുമ്പോൾ പോലും ആളുകൾ എടുക്കുന്ന ചില മുൻകരുതലുകളുണ്ട്. അത് മാത്രമല്ല, അദ്ദേഹം പറയുന്നത് എന്താ? ഒരു വലിയ കെട്ടിടത്തിന്റെ ഓടുപോയി, അവിടെ ഓടുപോയ പ്രശ്നമല്ല. വിജിൻ ഒരു ചർച്ചയ്ക്കകത്ത് നിന്നുകൊണ്ട് ജയിക്കാൻ വേണമെങ്കിൽ ഇത് പറയാം. പക്ഷെ എഫക്റ്റഡ് ആയ, ബാധിച്ച ആളുകളോട്, ഇന്ന് അവിടെ നിൽക്കുന്ന സ്ത്രീകളടക്കമുള്ള ആളുകളോട്, കുട്ടികളടക്കമുള്ള ആപാലവൃദ്ധം ജനങ്ങളോട് ഇതൊരു ഓടുപോയ പ്രശ്നമാണ്, അല്ലെങ്കിൽ അയയിലിട്ട തുണി പാറിപ്പോയ പ്രശ്നമാണ് എന്ന് പറയാൻ കഴിയുമോ? അവരെ സംബന്ധിച്ച് അവരുടെ വീടിന്റെ അടിത്തറ മാന്തപ്പെട്ടിരിക്കുന്ന പ്രശ്നമാണ്. ഇത് ഏതെങ്കിലും ഒരു സ്ഥലത്ത് മാത്രം ഉണ്ടായതാണോ? ഇവിടെ കണ്ണൂർ ജില്ലയിൽ ഉണ്ടാകുന്നുണ്ട്, മലപ്പുറത്തുണ്ടാകുന്നുണ്ട്, തൃശ്ശൂരുണ്ട്. ഇത് ഏതെങ്കിലും ഒരു സ്ഥലത്ത് 200 മീറ്ററിനകത്ത് മാത്രമാണെങ്കിൽ അതിനൊരു ഒറ്റപ്പെട്ട പ്രശ്നമാണെന്ന് പറയാം. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ലല്ലോ. കേരളത്തിന്റെ ഉത്തരഭാഗം മുതൽ മധ്യ കേരളം വരെ വ്യാപിക്കുന്ന ഒരു വിപത്തിനെ, എന്നിട്ട് പോലും ഞാൻ പറഞ്ഞു അദ്ദേഹം ബോധപൂർവ്വം ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുകയാണ്. ഇന്ന് കാലത്ത് നിങ്ങൾ എല്ലാ കാര്യം പറഞ്ഞോ, ക്രെഡിറ്റ് എടുത്തോ, മുഹമ്മദ് റിയാസിന്റെ ബ്രെയിൻ ബേബി ആണെന്ന് പറഞ്ഞോ, പിണറായി വിജയന്റെ ഏറ്റവും വലിയ നേട്ടമാണെന്ന് പറഞ്ഞോ. പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണ്ടേ? ഇന്ന് കാലത്ത് തൊട്ട് വൈകുന്നേരം വരെ അവിടെ കൂടിയ ആൾക്കൂട്ടത്തിന്റെ അരക്ഷിതാവസ്ഥയെ അഡ്ജസ്റ്റ് ചെയ്യാൻ, അഭിസംബോധന ചെയ്യാൻ അവിടെ പിണറായി വിജയൻ സർക്കാർ എന്ത് ചെയ്തു, ജില്ലാ ഭരണകൂടം എന്ത് ചെയ്തു എന്നുള്ള വളരെ പ്രസക്തമായ ചോദ്യം ജില്ലാ കളക്ടറോട് ഞങ്ങളോട് സംസാരിക്കുന്നത്